കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPM-ഉം CPI-യും പങ്കിടുമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ. ആദ്യ 2 വർഷം CPI-ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകും. തുടർന്നുള്ള 3 വർഷം CPM-നാകും പ്രസിഡന്റ് സ്ഥാനം. വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ടേം അടിസ്ഥാനത്തിൽ CPM-ഉം CPI-യും പങ്കിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ LDF യോഗത്തിന് ശേഷം ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നതിനെ കുറിച്ചുള്ള വിവരം ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത്. അതായത് CPI ആയിരിക്കും ആദ്യ 2 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുക. അതിനുശേഷമുള്ള ഈ 3 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPM-നാണ്. ആദ്യ ടൈമിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് SR അരുൺ ബാബു ആണ് മത്സരിക്കുക. CPM-ന്റെ ഭാഗത്തു നിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനം CPM-നായിരിക്കും നൽകുക. കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് LDF-ന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും ഈ S. ജയമോഹൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക കന്മേൽ ഡിവിഷൻ കൗൺസിലർ ആയിട്ടുള്ള PJ രാജേന്ദ്രനാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ അടക്കം വലിയ തിരിച്ചടി, അതായത് ജില്ലയിലൊട്ടാകെ തന്നെ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഒരുപാട് സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പങ്കിടുവാൻ, അതായത് CPI-യും CPM-ഉം തയ്യാറാവുന്നത്. അതിനുശേഷം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കും മത്സരം ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റാരെയും പിന്തുണയ്ക്കില്ല എന്നാണ് ഇതുവരെയും CPM അറിയിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPM-ഉം CPI-യും പങ്കിടുമെന്നാണ് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.